ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ മാജിക് ടീയുടെ റെസിപ്പി ആരും കാണാതെ പോകരുത്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ മാജിക് ടീയുടെ റെസിപ്പിയിലേക്ക് പോകാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആണ്. ചായ എല്ലാവർക്കും ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇഷ്ടമുള്ളൊരു, ഇന്ത്യക്കാരും സൗത്ത് ഏഷ്യൻസും കഴിക്കുന്ന ഒരു പാനീയമാണ് ചായ. വെറൈറ്റി ഓഫ് ചായ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് ചായ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഈ ചായ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ചായയുടെ ക്ലാസിക് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചായപ്പൊടി, പാല്, വെള്ളം, പഞ്ചസാര, അങ്ങനെ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനകത്തൊരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലെല്ലാവരും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പം അത് നമുക്ക് നോക്കാം. ആദ്യം മല്ലി, നല്ല ജീരകം, കരിഞ്ജീരകം, പിന്നെ പെരുംജീരകം, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇത് സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ പാലും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്, പെരുംജീരകം, 1/4 ടീസ്പൂൺ കരിഞ്ജീരകം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഇത് തിളയ്ക്കണം. ചെറുതായിട്ടൊരു തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ചായപ്പൊടി ഇടാം. ഒന്ന് തിളയ്ക്കാൻ നമുക്ക് അനുവദിക്കാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുടിച്ചു നോക്കാം. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല ഒരു ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ മല്ലി, ജീരകം, കരിഞ്ജീരകം, പെരുംജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് പിന്നെ ഇൻഫ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി. ഓൾറെഡി ഇത് കുറച്ചൊരു സ്വീറ്റ്നെസ് ഉള്ള ഒരു ചായയാണ്. വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ലോ ഷുഗറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, ലോ ഷുഗർ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കുക. നിങ്ങളുടെ ഈ റെസിപ്പി ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. Until next time, take care.